പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം LDF സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന വമ്പൻ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിക്കുകയാണെന്ന് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം തന്നെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി മന്ത്രിസഭയിലെ 13 പ്രമുഖ മന്ത്രിമാർ ദയനീയമായി പരാജയപ്പെടുമെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. സർക്കാരിനെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തുന്ന ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. റിപ്പോർട്ടിലെ വിവരങ്ങൾ പ്രകാരം തോൽവി ഉറപ്പായ മന്ത്രിമാരുടെ പട്ടികയിൽ CPM-ന്റെയും ഘടകകക്ഷികളുടെയും വമ്പൻ സ്രാവുകളാണുള്ളത്. MP രാജേഷ്, P രാജീവ്, സജി ചെറിയാൻ, വീണ ജോർജ്, V ശിവൻകുട്ടി തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെല്ലാം ജനവിധിയിൽ തകർന്നടിയുമെന്നാണ് സൂചന. കളമശ്ശേരിയിൽ P രാജീവിനും ചെങ്ങന്നൂരിലെ സജി ചെറിയാനും ആറന്മുളയിലെ വീണ ജോർജിനുമെതിരെ ശക്തമായ ജനവികാരം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന സാമുദായിക പിന്തുണ ഇത്തവണ ഗണേഷ് കുമാറിനും വീണ ജോർജിനും ലഭിക്കില്ല എന്നാണ് റിപ്പോർട്ട് അടിവരയിടുന്നത്. ഇത് സർക്കാരിന്റെ വോട്ട് ബാങ്കുകളിലുണ്ടായ വലിയ വിള്ളലിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, AK ശശീന്ദ്രൻ എന്നിവർക്കെല്ലാം പാർട്ടിക്കുള്ളിലും മുന്നണിയിലും പടയൊരുക്കം ശക്തമാണ്. പ്രായാധിക്യവും ഭരണപരാജയവും ഇവരുടെ തോൽവിക്ക് ആക്കം കൂട്ടും. തൃശൂർ കോർപ്പറേഷനിൽ UDF നേടിയ മിന്നും വിജയം മന്ത്രി K രാജന്റെ ഒല്ലൂർ മണ്ഡലത്തെയും ബാധിക്കുമെന്നത് ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. സുരക്ഷിത മണ്ഡലം എന്ന് കരുതിയിരുന്ന ബേപ്പൂരിൽ പോലും മുഹമ്മദ് റിയാസിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അവിടെയും സ്ഥിതി ആശങ്കാജനകമാണെന്നാണ് ഇന്റലിജൻസ് കണ്ടെത്തൽ. സ്വന്തം മരുമകന്റെ മണ്ഡലം പോലും കാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പിണറായി വിജയൻ. കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി UDF-ലേക്ക് ചേക്കേറിയതോടെ മന്ത്രി KN ബാലഗോപാലിന്റെ നില പരുങ്ങലിലായിരിക്കുകയാണ്. ക്രൈസ്തവ സഭകളുടെ കടുത്ത എതിർപ്പ് നേരിടുന്ന റോഷി അഗസ്റ്റിനും VN വാസവനും ഇത്തവണ പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കേണ്ടി വരും. നിലവിൽ മത്സര രംഗത്ത് ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ച K കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂർ മണ്ഡലവും ഇത്തവണ LDF-ന് നഷ്ടപ്പെടുമെന്ന് ഇന്റലിജൻസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ചുരുക്കത്തിൽ 13 മന്ത്രിമാർ പരാജയപ്പെടുകയും 4 പേരുടെ നില പ്രവചനാതീതമാവുകയും ചെയ്യുന്ന സാഹചര്യം സർക്കാരിന്റെ ആകെ തകർച്ചയുടെ വ്യക്തമായ തെളിവാണ്. ജനദ്രോഹ നയങ്ങളും അഴിമതിയും ധാർഷ്ട്യവും നിറഞ്ഞ ഈ ഭരണത്തിന് കേരളത്തിലെ ജനങ്ങൾ നൽകാൻ പോകുന്ന ശക്തമായ പ്രഹരമാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ കഴിഞ്ഞ ദിവസം നൽകിയ സൂചന ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ടിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. പിണറായി സർക്കാരിന്റെ പതനം പൂർണ്ണമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. വരും നാളുകളിൽ ഈ മന്ത്രിസഭ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറുമെന്നത് ഉറപ്പാണ്.